Hello, my dear students. Welcome to Online Miss Classroom. Today, I would like to discuss about the 8th standard physics, measurements and units. It's almost the end of this chapter. Okay, ഈ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 8th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് ജസ്റ്റ് തീരും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ എക്സസൈസ് ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതുവരെയുള്ള ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ദെൻ നോട്ടൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്, യെസ്, ദ ലെങ്ത് ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സ്, ആൻഡ് മാസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്സ്, ആൻഡ് ടൈം ആൻഡ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, ദെൻ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അല്ലേ, എത്ര ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു? യെസ്, വെരി ഗുഡ്, 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അതെന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, next one we can move into derived units. What is derived units? As its name indicates, it is derived from many units. Okay, that is, derived units are units of measurement derived from the 7 basic units specified by the International System of Units. അപ്പോൾ നമുക്കറിയാം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് തന്നെ 7 യൂണിറ്റ്സ് ആണ്. ഏതൊക്കെയായിരുന്നു? ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ആർക്കെങ്കിലും പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിൻ്റെ മുന്നേയുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ദെൻ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് വീണ്ടും വരാം. സോ നമ്മുടെ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത യൂണിറ്റുകളെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിലെ കോമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിറൈവ്ഡ് യൂണിറ്റ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏരിയ. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് ഓർ സംതിങ് ഓർ റെക്റ്റാങ്കുലർ പിക്ചർ? യെസ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഏരിയ ഇസ് എ റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്ത്? ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെങ്ത്ത് മെഷർമെൻ്റ് ആണ്. എന്തായിരിക്കും? യെസ്, മീറ്റർ. ബ്രെഡ്ത്തിൻ്റെ മെഷർമെൻ്റ് എന്താ? യെസ്, ബ്രെഡ്ത്ത് ഈസ് ഓൾസോ ലെങ്ത് മെഷർമെൻറ്റ്, സോ മീറ്റർ. സോ ഹിയർ വി ക്യാൻ മീറ്റർ ഇൻറ്റു മീറ്റർ. വാട്ട്സ് ബിക്കം മീറ്റർ ഇൻറ്റു മീറ്റർ? യെസ്, മീറ്റർ സ്ക്വയർ. സോ വാട്ട്സ് ദ യൂണിറ്റ് ഓഫ് ഏരിയ? മീറ്റർ സ്ക്വയർ. ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്ത്. ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്തായിരുന്നു? യെസ്, മീറ്റർ അല്ലേ? ഈ മീറ്ററിൽ നിന്നാണ് നമുക്ക് എന്ത് വന്നത്? ഏരിയയിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് വോളിയം ചെയ്ത് നോക്കാം. സോ ഡിറൈവ് ദ യൂണിറ്റ് ഓഫ് വോളിയം. വോളിയം, വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് വോളിയം? യെസ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഒരു റെക്റ്റാങ്കുലർ ബോക്സ് നമ്മുടെ അടുത്തുണ്ട്. വി ഹാവ് എ റെക്റ്റാങ്കുലർ ബോക്സ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഇറ്റ്സ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്ത്? ലെങ്ത്ത് ഈസ് എന്തിൻ്റെ മെഷർമെൻറ്റാണ്? യെസ്, ഒരു ലെങ്ത്ത് മെഷർമെൻറ്റ് തന്നെയാണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് മീറ്റർ. ദെൻ ബ്രെഡ്ത്ത് ഈസ് ഓൾസോ അനദർ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്ത്. ബ്രെഡ്ത്ത് നമ്മൾ എത്രയില്ല പറയുക? മീറ്ററിലും സെൻറ്റിമീറ്ററിലും ഒക്കെ തന്നെ അല്ലേ? സോ അതെന്താ? ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് തന്നെ. ഹൈറ്റും അതുപോലെ തന്നെയല്ലേ? യെസ്, സോ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ അല്ലേ? യൂണിറ്റ് ഓഫ് വോളിയം ഈക്വൽ ടു മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്ററിൻ്റെ വോളിയം യൂണിറ്റ് ആയിരിക്കും. സോ മീറ്റർ ക്യൂബ്. യെസ്, യൂണിറ്റ് ഓഫ് വോളിയം ഈസ് മീറ്റർ ക്യൂബ്. അപ്പോൾ ഇനി മറക്കില്ലല്ലോ. ഇനി ഇത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾ ഓൾറെഡി യു ഹാവ് ടു സ്റ്റഡി ദ വെലോസിറ്റി ആൻഡ് ഓൾ സച്ച് ക്വാണ്ടിറ്റീസ്. ദെൻ വെൻ എവർ യു സ്റ്റഡി ദാറ്റ് യു ക്യാൻ ആഡ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, വലിയ ഇന്നത്തെ ക്ലാസ് കാണാം. അങ്ങനെ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ യൂണിറ്റ്സ് ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ലീഫ്. ഈ ലീഫിൻ്റെ ഏരിയ കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ലീഫ്, പ്ലേസ് ദിസ് ലീഫ് ഇൻ ടു എ ഗ്രാഫ് പേപ്പർ. ഒരു ഗ്രാഫ് പേപ്പറിൽ ആ ലീഫ് വയ്ക്കുക. ദെൻ ട്രേസ് ഇറ്റ്. ഓക്കെ, ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വി ജസ്റ്റ് ഷെയ്ഡ് ഇറ്റ് ആൻഡ് കൺസിഡർ ചെയ്യുക ഏതൊക്കെ പോയിൻറ്റ്സാണ് ഇവിടെ ഫുള്ളായിട്ട്, ഏതൊക്കെ എത്ര നമ്പർ ഓഫ് കോളംസ് ആണ് ഇവിടെ ഫുൾ കവർ ചെയ്തത് എന്നുള്ളത് നമ്മളൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്യല്ലേ?
സോ നമ്മളൊന്ന് കൗണ്ട് ചെയ്യാം. ഇവിടെ 1, ഇത് കംപ്ലീറ്റ് ഉണ്ട്, ഇത് 2, then ഇത് 3, ഇത് 4, ഇത് ഏകദേശം കംപ്ലീറ്റ് ഉണ്ട്. സോ നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയേഴ്സ് 5 ഉണ്ട്. ദെൻ ഹാഫിലധികം ഉള്ളതും എടുക്കുക, ഹാഫിൽ കുറവുള്ളതും കൂടി കൂട്ടിയിട്ട് നമുക്ക് 1 ആയി കൗണ്ട് ചെയ്യാം. സോ ഹാഫിലധികം ഉള്ളത് കൺസിഡർ ചെയ്യാം. ഹാഫിലധികം ഏതൊക്കെ ഉണ്ട്? അപ്പോൾ 5 നമ്പേഴ്സ് അതായി. ഇതൊരു ഹാഫിൻ്റെ അധികം ഉണ്ടല്ലേ. ഈ പോർഷനും ഇതും കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു 1 ആയിട്ട് കൗണ്ട് ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ അത്രയും പോർഷൻ 1. ഈ പോർഷനും ഇതും കൂടി നമുക്ക് 2 ആയി കൗണ്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതും കൂടി നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് 3 ആയിട്ട് കൗണ്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഹാവിങ് ഹാഫ് ഓർ മോർ, ഹാഫിലധികം ഉള്ളതും ഹാഫ് കുറവുള്ളതും കൂടി എടുത്തിട്ട് ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? കംപ്ലീറ്റ് സ്ക്വയേഴ്സ് 5 ഉണ്ട്. നമ്പർ ഓഫ് ഹാഫിലധികവും എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 3 കംപ്ലീറ്റ് സ്ക്വയേഴ്സും കൂടി കിട്ടി. സോ നമുക്ക് എത്രയായി ടോട്ടൽ? ഇവിടെ 3 കൂടി വന്നു, ഇത് ടോട്ടൽ 8 വന്നു. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ലീവ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു 8, റൈറ്റ്? ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് കീപ് ദ ലീഫ് ഇൻ എ ഗ്രാഫ് പേപ്പർ, then measure how many full squares it completes, and then again take more than half and less than half. രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് 1 കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ ആഡ്. ദെൻ ഈ ഗ്രാഫ് പേപ്പറിൽ നമ്മുടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉണ്ടല്ലോ അല്ലേ? സോ 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. റെഡിയല്ലേ? ഓക്കെ, ദെൻ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ. സോ നമുക്ക് ടോട്ടലായിട്ട് എത്ര കോളംസ് ഉണ്ട്? 8 കോളംസ്. സോ 8 കോളംസിൻ്റെ ഏരിയ എത്രയായിരിക്കും? യെസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് 8 ആണ്. ഏരിയ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് വിൽ ബി ദ അപ്രോക്സിമേറ്റ് ഏരിയ ഓഫ് ദി ലീഫ് ആയിരിക്കില്ലേ? യെസ്. സോ ദ അപ്രോക്സിമേറ്റ് ഏരിയ ഓഫ് ലീഫ് എന്ന് പറഞ്ഞാൽ 8 കോളംസിൻ്റെ ഏരിയ. 8 കോളംസിൻ്റെ ഏരിയ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നിങ്ങൾ ഏതെങ്കിലും എക്സ്ട്രാ ലീഫ് ഓർ സംതിങ് എനി അതർ ഒരു ടോപ്പ് ഓഫ് എ എനി ഷേപ്പ്ലെസ് എനി ഒബ്ജക്ട്സ് ഓർ ടോയ്സ് എന്തിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നമുക്കൊരു പേപ്പറിൽ പേപ്പർ പീസിൻ്റെ കിട്ടണമെങ്കിൽ just trace it in on a graph paper, then count. Okay, just try. Then what is volume and density? That you already know. What is volume? Yes, what is volume? The space occupied by a body is referred to as its volume. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ട്, ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ഈ ചെറിയ ബോക്സ് നമുക്കൊരു പ്ലേസിൽ വെക്കണമെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന സ്പേസിനെയാണ് എന്ത് പറയുന്നത്? വോളിയം. The space occupied by a body is referred to as its volume. Then volume equation എന്താ? Length into breadth into height. Okay. Then density എന്താണ്? Density എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഒരു യൂണിറ്റ് വോളിയം സ്പേസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന മാസ്. ഇപ്പോൾ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് നമ്മൾ ഒരു സ്പേസിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് 10 വോളിയംസ് ആണ്, 10 യൂണിറ്റ്സ് ഓഫ് വോളിയമാണ് അതിനുള്ളതെങ്കിൽ അതിലെ ഓരോ പോർഷൻ്റെയും മാസ് പെർ യൂണിറ്റ് വോളിയമാണ് നമ്മുടെ ഡെൻസിറ്റി ആയിട്ട് മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? മാസ് പെർ യൂണിറ്റ് വോളിയം നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? യെസ്, മാസ് ഡിവൈഡ് ബൈ വോളിയം. ദെൻ അതിൻ്റെ യൂണിറ്റ് നമുക്ക് കാണാമല്ലോ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ്? യൂണിറ്റ് ഓഫ് മാസ് ഈക്വൽ ടു കിലോഗ്രാം. വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കാണാം? മാസിൻ്റെ കിലോഗ്രാം ആണ്, പെർ വോളിയത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ? ഡിവൈഡ് ബൈ ഇക്വേഷൻ വരുമ്പോൾ സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് സെഷൻ. ഇനി എന്താണ് റിലേഷൻ ബിറ്റ്വീൻ മാസും വോളിയവും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ന്യൂമറേറ്ററായിട്ട് ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മളെന്താ പറയുക? അതിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയൂ അല്ലേ? യെസ്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്.
ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എങ്ങനെയാണ് പറയുക? 1/that ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ പറയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പക്ഷേ എഴുതൽ സെയിം സിമ്പിളാണ്. ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/വോളിയം. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വോളിയം മാത്രം. ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/വോളിയം ഓർ ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ദർ ഇസ് എ എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ്. കൺസിഡർ two rectangular blocks. One is ഒരു തെർമോക്കോളിൻ്റെ ബ്ലോക്ക്, ദ അതർ ഈസ് എ വുഡൻ ബ്ലോക്ക്. വിച്ച് മേ ഹാവ് മോർ ഡെൻസ്? ഏതാണ് കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവുക? യെസ്, റെക്റ്റാങ്കുലർ ബ്ലോക്ക്. വൈ? റെക്റ്റാങ്കുലർ വുഡൻ ബ്ലോക്ക്. വൈ? ഇറ്റ് ഹാവ് മോർ മാസ്. ഇപ്പോൾ രണ്ടും സെയിം സ്പേസ് തന്നെയാണ് ഓക്കുപൈ, അതായത് സെയിം വോളിയം ഉള്ള രണ്ട് ഒബ്ജക്റ്റ്, റെക്റ്റാങ്കുലർ ബ്ലോക്കും തെർമോക്കോൾ ആണെങ്കിൽ പോലും ദ വുഡൻ ബ്ലോക്ക് ഹാവ് മോർ മാസ്, സോ ഇറ്റ് ഹാവ് മോർ ഡെൻസിറ്റി. ഓക്കെ, സോ മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം സെലൈൻ വാട്ടർ. സെലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നന്നായിട്ട് ഉപ്പുള്ളതാണ്. ഓക്കെ, ഇതിന് തന്നെയാണ് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ബ്രൈൻ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ വാട്ടർ. വാട്ടറിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പഠിക്കും, അതിൻ്റെ ഫ്ലോട്ടിംഗ് ഫോഴ്സ് ഒക്കെ വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിൽ പഠിക്കും. സോ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, ദ ഡെൻസിറ്റി ഓഫ് ബ്രൈൻ സൊല്യൂഷൻ ഓർ സെലൈൻ സൊല്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വാട്ടർ. ദെൻ വാട്ടറിൻ്റെ ഡെൻസിറ്റി പെട്രോളിനേക്കാളും ഡീസലിനേക്കാളൊക്കെ കൂടുതലാണ്. ഓക്കെ, പെട്രോളിൻ്റെ ഡീസലിനേക്കാളൊക്കെ കൂടുതലാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി. അതുപോലെ തന്നെ ഹണി അറിയില്ലേ, ഹണി തേൻ, യെസ്, അതിൻ്റെ ഡെൻസിറ്റി എന്താ ചെക്ക് ചെയ്യുക കേട്ടോ. വാട്ടറിൻ്റെ ആണോ ബ്രൈൻ സൊല്യൂഷൻ്റെ വലുതാണോ, വാട്ടറിനെക്കാട്ടും വലുതാണോ, പെട്രോളിനേക്കാളും ചെറുതാണോ, പെട്രോളിൻ്റെ അത്ര തന്നെയാണോ നോക്കുക, കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കൂടെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാം. ദെൻ അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തും കൂടിയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഇഫ് പെട്രോൾ ഓർ ഡീസൽ എക്സെട്ര catches fire, one should never try to extinguish it using water. നമ്മൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ, പെട്രോൾ ഡീസലിൻ്റെ ഒരു ആക്സിഡൻ്റ് ആണ്, നമ്മുടെ റോഡിലൊക്കെ കുറച്ച് പെട്രോൾ ഡീസലൊക്കെ വന്നിട്ട് തീ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ക്യാച്ചസ് ഫയർ. ദെൻ നമ്മൾ ഒരു കുറേ വെള്ളം കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വാട്ട് ഹാപ്പൻ? വൈ? ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദി പെട്രോളിയം ഒബ്ജക്ട്സ്. പെട്രോളിൻ്റെ ഡീസലിനെ കാട്ടിയൊക്കെ ഡെൻസിറ്റി ഗ്രേറ്റർ ആണ് വാട്ടറിന്. സോ ദ വാട്ടർ വിൽ ബിക്കം ലോവർ. വെള്ളം താഴെ പോയി നിന്നിട്ട് ദ പെട്രോൾ ആൻഡ് ഡീസലൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ പൊങ്ങി കിടക്കും. സോ വാട്ടർ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പെട്രോൾ ഡീസൽ വാട്ടറിൻ്റെ മുകളിൽ നിന്നത് കത്തി തന്നെ ചെയ്യും. അതിൻ്റെ തീ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റ് സൊല്യൂഷൻസാണ് ഈ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ടീംസൊക്കെ യൂസ് ചെയ്യുന്നത്. അതേക്കുറിച്ച് നിങ്ങൾക്ക് വേറെ ഹയർ സ്റ്റഡീസിൽ പഠിക്കാം, ഹയർ ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ക്ലിയർ ആണല്ലോ ഇതിൻ്റെ ആൻസർ? അപ്പോൾ നോട്ടിൽ എഴുതി വയ്ക്കുക, ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഓർ ഡീസൽ. സോ വെനെവർ വി pour water into the petrol or diesel, the petrol diesel will become upside and it again catches fire. Okay, and it continues its firing. So yes, so don't extinguish the petrol or diesel with water. Clear ആണല്ലോ? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ ഇനി ലാസ്റ്റ് സെഷനാണ്, ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് സെഷനാണ്. നമ്മൾ പഠിച്ചു, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പഠിച്ചു, ഡിറൈവ്ഡ് യൂണിറ്റ്സൊക്കെ പഠിച്ചു. ഇങ്ങനെ യൂണിറ്റ്സിൻ്റെ നെയിം എഴുതുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ദെൻ വൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ശീലമാകുമ്പോൾ അത് ക്ലിയർ ആവും. ഈവൻ ദോ യു ജസ്റ്റ് go through that all points. Okay, the symbol of units are normally written using small letters. സാധാരണ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂണിറ്റ്സ് എഴുതുക. അപ്പം നമുക്കറിയാം മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ഒക്കെ സ്മോൾ ലെറ്റർ. മീറ്ററിൻ്റെ ലെങ്ത്തിൻ്റെത് നമ്മൾ സ്മോൾ എം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ടൈമിൻ്റെത് സെക്കൻഡാണ്, അതിൻ്റെത് സ്മോൾ എസ് കൊണ്ട്. ദെൻ കിലോഗ്രാമിൻ്റെത് സ്മോൾ kg. റെഡി അല്ലേ? Okay, second point, in the case of units named after persons
ചില പേഴ്സണുകളുടെ നെയിംസ് നമ്മുടെ യൂണിറ്റ്സായി വന്നിട്ടുണ്ട് അല്ലേ. അത്തരം കേസുകളിൽ വി ഷുഡ് യൂസ് ദ ഫസ്റ്റ് ലെറ്റർ ഇൻ ക്യാപിറ്റൽ ലെറ്റർ. അവരുടെ നെയിമിന് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ. ആ റെസ്പെക്റ്റ് നമ്മൾ അവിടെയും കീപ്പ് ചെയ്യണം. സോ ഏതൊക്കെ യൂണിറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത്? യെസ്, അലസാൻഡ്രോ വോൾട്ട, വോൾട്ടേജിൻ്റെ യൂണിറ്റായ വോൾട്ടേജിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റായ വോൾട്ടിന് അലസാൻഡ്രോ വോൾട്ട ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റിൻ്റെ നെയിം കൊണ്ടാണ് നെയിം വന്നത്. സോ അതുകൊണ്ട് സിമ്പിൾ വോൾട്ടേജിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ബ്ലേസി, പ്രഷറിൻ്റെ യൂണിറ്റായ പാസ്കൽ. പാസ്കൽസ് ഈസ് കമ്മിങ് ഫ്രം ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ബ്ലേസി പാസ്കൽ. സോ പി എ, സോ ക്യാപിറ്റൽ പി ഈസ് ദ. ദെൻ സർ ഐസക് ന്യൂട്ടൺ, നമുക്ക് എല്ലാവർക്കും അറിയാം ഐസക് ന്യൂട്ടൺ അല്ലേ. യെസ്, ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. സോ ന്യൂട്ടൺ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ. ഇനി ഇതുപോലെ ഒരുപാടില്ലേ ഉണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യുക. നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താ? കെൽവിൻ, ക്യാപിറ്റൽ കെ അല്ലേ കാണിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, അതുപോലുള്ള യൂണിറ്റ്സ് കണ്ടെത്തി എഴുതുക. ദെൻ വൈൽ റൈറ്റിംഗ് ദ നെയിംസ് ഓഫ് യൂണിറ്റ്സ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇനി നമ്മൾ കെൽവിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റിൻ്റെ പേരാകുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ. പക്ഷെ അത് യൂണിറ്റായിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയ ലെറ്റേഴ്സ് ആക്കി എഴുതുകയാണെങ്കിൽ യു ഷുഡ് യൂസ് സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കെൽവിൻ എന്ന് സ്മോൾ ലെറ്റർ കെ വെച്ചിട്ട് കാണുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? അത് നെയിം ഓഫ് എ സയൻറ്റിസ്റ്റ് ആണെന്നാണോ, അത് നെയിം ഓഫ് എ യൂണിറ്റ് എന്നാണോ? നെയിം ഓഫ് എ യൂണിറ്റ്. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പോയിൻറ്റ്. നെവർ യൂസ് ദ പ്ലൂറൽ ഫോം ഫോർ സിമ്പിൾസ്. സിമ്പിൾസിന് പ്ലൂറൽ ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് 15 kilograms 84 centimeters എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എസ് കൂടി കൂട്ടിയിട്ട് ഒരു പ്ലൂറൽ ഫോം ആക്കാറില്ലേ? അത് തെറ്റാണ്. ഓക്കെ, ജസ്റ്റ് 15 kilogram 84 centimeter, ഇറ്റ്സ് ഇനഫ്. നെക്സ്റ്റ് പോയിൻറ്റ്. നെവർ യൂസ് ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ആഫ്റ്റർ എ സിമ്പിൾ എക്സെപ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് എ സബ്സ്റ്റൻസ്. നമ്മൾ ഒരു സബ്സ്റ്റൻസിൻ്റെ താഴെ ഇപ്പോൾ 13 centimeter കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ്. ഈസ് ദ ലെങ്ത് ഓഫ് എ പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഓക്കെ, 13 centimeter കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് പാടില്ല. എന്നതിൻ്റെ കൂടെയുള്ള അതിൻ്റെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഫുൾ സ്റ്റോപ്പ് പറ്റുള്ളൂ. 13 centimeter ഈസ് ദ ലെങ്ത് ഓഫ് എ പേപ്പർ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ ഓക്കെ ദെൻ ഇനി യൂണിറ്റ്സിൽ നമുക്കൊരു ഡിവിഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കുറച്ച് നേരത്തെ തന്നെ മാസ് പെർ യൂണിറ്റ് വോളിയം പഠിച്ചു, എന്തിൻ്റെ? ഡെൻസിറ്റിയിൽ. അപ്പോൾ അവിടെ നമുക്ക് എന്തിൻ്റെ ഡിവിഷൻ? ഈ ഡിവിഷനുള്ളത് നമ്മൾ യൂണിറ്റാക്കി എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ലാഷ്. ഈ യൂണിറ്റ്സ് സ്ലാഷ് ഈസ് യൂസിങ് ടു ഡിനോട്ട് ഡിവിഷൻ ബട്ട് നെവർ യൂസ് മോർ ദാൻ 1 സ്ലാഷ്. ഇവ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ വീണ്ടും സെക്കൻഡ്. ഇപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് കാണാനാണെങ്കിൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈമാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. ദെൻ ഡിവൈഡഡ് ബൈ, വീണ്ടും നമ്മൾ ഡിവൈഡ് ബൈ ഇട്ടു, വീണ്ടും ടൈം. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരുന്നില്ലേ? അപ്പോഴെന്തോ ശരിക്കും എന്താ വരിക? നമുക്ക് അത് മാത്തമാറ്റിക്കലി തന്നെ മിസ്റ്റേക്കാണല്ലേ. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററൊക്കെ ആയി പോവില്ലേ? സോ ഡബിൾ ആയിട്ടുള്ള ഡിവിഷൻ ഇടരുത്, സ്ലാഷ് ഇടരുത്. അത് കമ്പൈൻ ചെയ്തിട്ട് എന്താണോ ക്വാണ്ടിറ്റീസ് വരുന്നത് എന്നുള്ളത് എഴുതണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. When a derived unit is expressed as the product of other units, use a dot or a space between them. When a derived unit is expressed as the product, derived units ഇപ്പോൾ നമ്മൾ ന്യൂട്ടൺ മീറ്റർ എന്നൊക്കെ പറയില്ലേ? ന്യൂട്ടൺ മീറ്റർ, യെസ്. അതേമാതിരി വേറെന്താ, മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ പറയും. അങ്ങനെ നമ്മൾ 2 യൂണിറ്റ്സുകൾ മെഷർ ചെയ്തിട്ട് നമ്മൾ പറയുന്നതിന് അതിൻ്റെ ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഓർ ഇനി ഐറ്റംസ് അറ്റ്ലീസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഓർ ഒരു സ്പേസ്. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ NM എന്നുള്ളത് സ്പേസ് ഇല്ലാണ്ട് കമ്പൈൻ ചെയ്തായിട്ട് ഒരുമിച്ച് എഴുതരുത്. ക്ലിയർ ആണല്ലോ? When a derived unit is expressed as the product of other units, use a dot or a space. Next point. Do not mix the name of a unit. Do not mix the name of a unit with the symbol. ഒരു യൂണിറ്റിൻ്റെ നെയിം സിമ്പിളുമായിട്ട് മിക്സ് ചെയ്യരുത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിനെ ഞാൻ കിലോഗ്രാം എന്ന് കംപ്ലീറ്റ് ആയിട്ട് വേർഡ്സിൽ എഴുതി. പെർ മീറ്റർ ക്യൂബ്, ഇതിൽ മീറ്റർ ക്യൂബ് കുറച്ച് മുകളിലായി പോയിട്ടുണ്ട്. അതിൽ ചെറിയ
എഡിറ്റ് ചെയ്ത് സമയത്തുണ്ടാകുന്ന ചില ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കൂടെ കാണേ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ എഴുതുകയാണ് കിലോഗ്രാം KILOGRAM കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതരുത്. ഓക്കെ, അല്ലെങ്കിൽ കിലോഗ്രാം എന്നുള്ളതിന് കിലോഗ്രാം KG തന്നെ എഴുതിയിട്ട് പെർ ക്യൂബിക് മീറ്റർ അങ്ങനെ എഴുതരുത്. നമുക്ക് വേർഡ്സിൽ എഴുതണമെങ്കിൽ മുഴുവനായിട്ട് എഴുതുക, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓർ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. അല്ലാതെ പകുതി വേർഡ്സിലും പകുതി യൂണിറ്റ്സിലുമായിട്ട് നമ്മൾ എഴുതരുത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, വെൻ ഇറ്റ് ഈസ് വിത്ത് എ വാല്യൂ ദർ മസ്റ്റ് ബി സിംഗിൾ സ്പേസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ 273 കെൽവിൻ എന്നൊക്കെ എഴുതുമ്പം വെൻ ഇറ്റ് ഈസ് വിത്ത് എ വാല്യൂ, ഒരു വാല്യൂവിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു സ്മോൾ സ്പേസ് അതിൻ്റെ കൂടെ ഉണ്ടാകാൻ നല്ലതാണ്. ഓക്കെ, ഒരു വാല്യൂയുടെ കൂടെയാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ കൂടെയാണെങ്കിൽ എ സിംഗിൾ സ്പേസ് 273 ഒരു സിംഗിൾ സ്പേസ് കെൽവിൻ. ഓക്കെ, അതുപോലെ നെവർ യൂസ് മോർ ദാൻ 1 യൂണിറ്റ് ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒന്നിലധികം യൂണിറ്റ്സ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യരുത്. എക്സാമ്പിൾ, ഇപ്പോൾ 10.25 മീറ്റർ എന്നതിനെ 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ അങ്ങനെ പറയരുത്. ക്ലിയർ ആണല്ലോ? 10 മീറ്റർ കംപ്ലീറ്റ് ഒരു വേർഡിൽ പറയുകയാണെങ്കിൽ ഓക്കെ, ബട്ട് സിമ്പിൾസ് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ പറ്റില്ല. 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ പറ്റില്ല, 10.25 മീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അവിടെ 2 മീറ്ററും സെൻറ്റിമീറ്ററും അങ്ങനെ കമ്പൈൻ ചെയ്ത് വന്നില്ലേ? ഒരേ ലെങ്ത്തിൻ്റെ തന്നെയാണെങ്കിലും ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് വന്നത്. അപ്പോൾ അത് പാടില്ല, അത് കമ്പൈൻ ചെയ്ത് എഴുതാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? താങ്ക് യു. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.